കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി യുദ്ധം നടക്കുന്ന ലെബനനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലുണ്ടായ അതേ ദിവസം തന്നെ സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സിറിയയുടെ മിക്കവാറും നഗരങ്ങൾ വിമത സൈന്യം പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. 300-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ സിറിയൻ സൈനികരും വിമത സൈനികരുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും. 11 കുട്ടികളും ആ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയാണ്. ഇതിനിടയിൽ അലപ്പോ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ സിറിയ അടച്ചു, വിമാനങ്ങൾ റദ്ദ് ചെയ്തതായി സിറിയൻ സൈന്യം അറിയിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ബഷാർ അസദിനെ എതിർക്കുന്ന വിഭാഗമാണ് ഈ വിമതന്മാർ. അവരുടെ പേര് ഹയാത്ത് തഹരീർ അൽ-ഷാം എന്നുള്ള ഒരു ഭീകര സംഘടനയാണ്, ഇല്ലെങ്കിൽ വിമത സംഘടനയാണ് ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഇവരെ നമുക്ക് ചുരുക്കി HTS എന്ന ചുരുക്കപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യമെന്ന് തോന്നുന്നു. HTS എന്ന് പറയുന്ന ആ സംഘടനയാണ് ഇപ്പോൾ ഈ സിറിയയുടെ ഔദ്യോഗിക സർക്കാരിനെതിരെ വലിയ യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ ഖ്വയ്ദയുടെ ബ്രാഞ്ചായി തുടങ്ങിയ ഒരു സംഘടനയാണ് ഹയാത്ത് തഹരീർ അൽ-ഷാം എന്ന് പറയുന്ന HTS എന്ന് പറയുന്ന ഈ സംഘടന. ഈ സംഘടനയ്ക്ക് നിലവിൽ അൽ ഖ്വയ്ദയുമായി ബന്ധമില്ല എന്ന് ഈ സംഘടനയുടെ ആളുകൾ തന്നെ പറയുമ്പോഴും വലിയ രീതിയിൽ തന്നെ ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഇക്കാലം അത്രയും സിറിയ നിന്നിരുന്നെങ്കിൽ ആ ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ എത്തുന്ന അതേ ദിവസം തന്നെ സിറിയൻ ഭരണകൂടത്തിനെതിരെ മറ്റൊരു സംഘടന വലിയ രീതിയിലുള്ള യുദ്ധം 2020-ൽ ഈ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി സിറിയയിൽ ലക്ഷക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. അതോടുകൂടി സിറിയ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയിരിക്കുന്നു. അവിടെ നിന്ന് റഷ്യയുടെയും ഇറാൻ്റെയും മറ്റും സഹായത്തോടു കൂടിയാണ് കുറച്ചു ഭാഗം തിരിച്ചുപിടിച്ച് പ്രസിഡന്റ് ബഷാർ അസദ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ സൈനിക താവളങ്ങളുള്ള ഒരു ഇടം കൂടിയാണ് സിറിയ. ഈ വിഷയങ്ങളെല്ലാം ഇസ്രായേൽ നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഈ ആയുധങ്ങൾ ഭീകരരുടെ കയ്യിലേക്ക് എത്തുക, കാരണം സൈനിക ഡിപ്പോകൾക്കും മറ്റും നേരെയാണ് ഇപ്പോൾ ഈ വിമത സൈന്യത്തിൻ്റെ നീക്കം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ മാരകമായ ആയുധങ്ങൾ ഈ ഭീകരരുടെ കൈവശം എത്താൻ സാധ്യതയുണ്ട്. അത് തങ്ങൾക്കെതിരെ ഒരുപക്ഷെ മറ്റ് ഭീകര സംഘടനകൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ മോഷ്ടിക്കുന്ന ഇല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ആയുധങ്ങൾ മറ്റ് ഭീകര സംഘടനകൾക്ക് ഈ HTS പോലുള്ള സംഘടനകൾ വിൽക്കാനോ കൈമാറാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ഒരിടത്ത് യുദ്ധം അവസാനിക്കുമ്പോൾ മറ്റൊരിടത്ത് യുദ്ധം തുടങ്ങുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.